വിശദമായി നോക്കാം. മലബാർ സിമന്റ്സ് മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെയും മക്കളുടെയും മരണത്തിൽ VM രാധാകൃഷ്ണന് തിരിച്ചടി. കുറ്റവിമുക്തനാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിലെ 3ാം പ്രതിയാണ് രാധാകൃഷ്ണൻ. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. അഹമ്മദ, VM രാധാകൃഷ്ണന്റെ ഹർജി തള്ളാൻ എന്താണ് കാരണമായത്? ഈ ശശീന്ദ്രന്റെയും മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയിലെ നടപടികൾ റദ്ദാക്കണമെന്നതുൾപ്പെടെയാണ് VM രാധാകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്കെതിരായ കേസ് റദ്ദാക്കണം, തന്നെ കുറ്റവിമുക്തനാക്കണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ആ കേസിലെ 3ാം പ്രതിയാണ്. ഒപ്പം തന്നെ മറ്റു നടപടിക്രമങ്ങൾ പൂർണ്ണമായി നിർത്തിവെക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ VM രാധാകൃഷ്ണൻ ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. എന്തായാലും തൽക്കാലം ഹൈക്കോടതി ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഹർജി തള്ളിയിരിക്കുന്നു. അല്പസമയം മുമ്പ് സിംഗിൾ ബെഞ്ചാണ് അദ്ദേഹത്തിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. അതിന്റെ വിശദമായ ഉത്തരവ് പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹൈക്കോടതി നടപടി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഓർഡർ കൂടി പുറത്തു വരണം. ഇപ്പോൾ കോടതി എന്തായാലും ഡിസ്മിസ് ചെയ്തിരിക്കുന്നു, ഹർജി തള്ളിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും 2011 ഈ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രൻ, മക്കളായ വിവേക് വ്യാസ് 8ഉം 12ഉം വയസ്സുള്ള 2 മക്കൾ എന്നിവരെ കഞ്ചിക്കോട്ടുള്ള വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ കേസിൽ പിന്നീട് ആദ്യം ആത്മഹത്യയാണെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. പിന്നീടാണ് സഹോദരങ്ങളുടെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന് അതിന്റെ മറ്റു നടപടികളിലേക്ക് ഈ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും വിചാരണ നടപടികൾ തുടരുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ആ കേസിൽ തനിക്ക് പങ്കില്ല, തനിക്കെതിരായ ഈ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ്, ഗൂഢാലോചനയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനെതിരെ നിരന്തരം വന്നിരുന്ന ഭീഷണി കോളുകൾ ഉൾപ്പെടെ നേരത്തെ സഹോദരങ്ങൾ പോലീസിനും അന്വേഷണ സംഘത്തിനും മുമ്പാകെയൊക്കെ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല തെളിവുകളൊക്കെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ കേസുമായി തനിക്ക് ബന്ധമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാധാകൃഷ്ണന് ഇവരുടെ ഈ മരണത്തിൽ ഏത് രീതിയിലുള്ള പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്തൽ. കേസിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി ഇദ്ദേഹത്തിന് കൂടി പങ്കുണ്ട്. മാത്രമല്ല മാനസികമായ പീഡനം അദ്ദേഹത്തെ ഏറെ അലട്ടിയിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പിന്നീടുള്ള പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഒക്കെ കണ്ടെത്തൽ. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇത്തരത്തിൽ നേരിട്ട് ബന്ധമില്ല എന്നതുൾപ്പെടെയുള്ള നേരത്തെ തന്നെ ജീവന ഭീഷണി ഉണ്ടെന്ന് കാണിച്ച അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അഴിമതി കേസിൽ ഭീഷണിക്ക് വഴങ്ങാതെ മൊഴി നൽകി സമ്മർദ്ദം താങ്ങാനാകാതെ വന്നപ്പോൾ ഈ കമ്പനി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. പ്രധാനപ്പെട്ട അഴിമതി കേസുകളിൽ വിജിലൻസിൽ തന്റേത് കൂടിയായ താൻ നൽകിയ മൊഴി കൂടി അതിനകത്ത് ഈ മലബാർ സിമന്റ്സ് അഴിമതി കേസുമായി ബന്ധമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് തന്നെ വെളിപ്പെട്ടതുമാണ്, അല്ലെങ്കിൽ പുറത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാത്ത അല്ലെങ്കിൽ ദുരൂഹത അഴിയാത്ത രൂപത്തിലുണ്ട് എന്നതുൾപ്പെടെ അന്ന് സഹോദരങ്ങൾ ഉൾപ്പെടെ നൽകിയ പരാതിയിലുണ്ടായിരുന്നു, പോലീസിന് നൽകിയ പരാതിയിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയും ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രതിയാക്കി വിചാരണ കോടതിയിലെ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് തന്നെ കുറ്റവിമുക്തനാക്കണം, മാത്രമല്ല ഈ കേസിന് തനിക്ക് ബന്ധമില്ല എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഹൈക്കോടതി തള്ളി എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിചാരണ കോടതിയെ സമീപിക്കാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ തുറന്ന കോടതിയിൽ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഏതൊക്കെ ആവശ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് എന്നുള്ള വിശദാംശങ്ങൾ കൂടി ലഭ്യമാകണമെങ്കിൽ കേസിൽ കോടതിയിൽ വിചാരണ നടപടികൾ പുരോഗമിച്ചു വരികയല്ലേ?